കനത്ത മഴയിൽ പാലക്കാട് കരിമ്പയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കരിമ്പ മരുതുംകാട് സ്വദേശി KJ ബിജുവിന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. പട്ടാമ്പി പുലാമന്തോൾ പാതയിൽ റോഡിന്റെ ഒരു വശം ഇടിഞ്ഞു. തൃത്താല കപ്പൂരിൽ മണ്ണെടുപ്പ് നടന്ന കുന്നിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് മഴവെള്ളം തുറന്നുവിട്ടു. നിരവധി വീടുകളിൽ വെള്ളം കയറി. വിശദാംശങ്ങളുമായി ഗോകുൽ VS ചേരുന്നു. ഗോകുൽ, ആ വീടുകളിൽ താമസിക്കുന്ന ജനങ്ങളെ മാറ്റി പാർപ്പിച്ച വിശദാംശങ്ങൾ എന്താണ്? അതായത് കിണർ ഇന്ന് പ്രധാനമായും തൃത്താല കപ്പൂരിലാണ് മണ്ണെടുപ്പ് നടന്ന വീട്ടിലേക്ക് നടന്ന സ്ഥലത്തിന് സമീപമുള്ള വീടുകളിലേക്ക് വെള്ളം ഒഴുക്കി വിട്ടുന്ന ഒരു സംഭവം ഉണ്ടായി. അതായത് മണ്ണെടുപ്പിന് ശേഷം അവിടെ ഒരു ഓവുചാൽ നിർമ്മിച്ചിരുന്നു. അതിലൂടെ ചെളി വീടുകളിലേക്ക് ഇരിച്ചു കയറുകയാണ്. അവരെ സ്വാഭാവികമായും അല്പസമയത്തിനുള്ളിൽ തന്നെ മാറ്റി പാർപ്പിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ വീട് മുങ്ങുന്ന സാഹചര്യത്തിലുള്ള വെള്ളമല്ല, നേരെ മറിച്ച് അവരുടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെളി കയറുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് ആ സ്ഥലത്തൊക്കെ ഉള്ളത്. ഇവിടെ മണ്ണെടുപ്പ് നടന്നിരുന്നു. അത് പലപ്പോഴും നാട്ടുകാർ പരാതി പറഞ്ഞതാണ്. അവിടേക്കാണ് ഇത്തരത്തിൽ ഓവുചാൽ ഇറക്കി അല്ലെങ്കിൽ അത്തരത്തിൽ ഓവുചാൽ വഴി ചെളി ഇരച്ചെത്തിയത്. പിന്നീട് കരിമ്പയിൽ, അതായത് മണ്ണാർക്കാടിനടുത്തുള്ള കരിമ്പയിൽ കിണർ ഇടിഞ്ഞു താഴുന്ന ഒരു സ്ഥിതി ഉണ്ടായി. കരിമ്പ മരുതംകാട് സ്വദേശി KJ ബിജുവിൻ്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. പട്ടാമ്പി പുലാമന്തോൾ പാതയിലും റോഡിൻ്റെ ഒരു വശം ഇടിഞ്ഞു. കൊപ്പം കല്ലേപ്പുള്ളി പാലത്തിന് സമീപത്താണ് ഒരു വശം ഇടിഞ്ഞത്. പക്ഷേ ആ സമയത്ത് വാഹനങ്ങളൊന്നും കടന്നു പോകാത്തതിനാൽ തന്നെ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഇന്ന് പൊതുവെ ജില്ലയിൽ മഴയുടെ ശക്തി അല്പം കുറഞ്ഞു എന്ന് പറയാം. രാവിലെ മഴയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. പക്ഷേ പല മേഖലകളിലും ഇപ്പോൾ നമ്മൾ ഒറ്റപ്പാലം പരിശോധിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ മണ്ണാർക്കാട് പരിശോധിക്കുകയാണെങ്കിലോ ഈ മേഖലകളിൽ ശക്തമായ മഴ പെയ്തിരുന്നു. താരതമ്യേന കഴിഞ്ഞ ദിവസത്തെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇപ്പോഴും ശക്തമായ മഴ പെയ്യുന്നുണ്ട് ജില്ലയിൽ.